ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ മലയാളികൾ എങ്ങനെ ഇങ്ങനെ മലയാളികളായി, നമ്മളെങ്ങനെ നമ്മളായി? ആ ചോദ്യം ഞാൻ ഇന്ന് ചോദിക്കേണ്ടത്. നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ഈ മലയാളികളായത്? കേരളം പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഐതിഹ്യമുണ്ട്. ചരിത്രപരമായി ദ്രാവിഡ ഗോത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് മലയാളികൾ എന്നാണ് കരുതപ്പെടുന്നത്. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രത്യേകതകൾ ചേർന്നാണ് മലയാളികൾ എന്ന ഐഡന്റിറ്റി രൂപപ്പെട്ടത്. നമ്മുടെ ഈ രൂപവും നമ്മുടെ ഈ പറഞ്ഞ ഈ ശരീരഘടന, നമ്മളെ ജനിതകം, ഇതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയി. ശരിയാണ്. കേരളത്തിലെ ജനതയുടെ രൂപവും ശരീരഭാഷയും ജനിതക ഘടനയുമെല്ലാം പല ഘടകങ്ങളുടെയും സമ്മേളനമാണ്. ചരിത്രത്തിലുടനീളം കേരളത്തിലേക്ക് പലയിടങ്ങളിൽ നിന്ന് കുടിയേറിയവരും കച്ചവടത്തിനായി വന്നവരും നമ്മുടെ ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് വൈവിധ്യമാർന്ന ഒരു ജനിതക ഘടനയിലേക്കും അതുപോലെ തന്നെ സാംസ്കാരികമായ പലതരം സ്വാധീനങ്ങളിലേക്കും വഴിതെളിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുറെ അറബിമാര്, കുറെ പോർച്ചുഗീസുകാര്, കുറെ ഡച്ചുകാര്, കുറെ ബ്രിട്ടീഷുകാര്, ഇതെല്ലാം കൂടെ ചേർന്നപ്പോ മലയാളികൾ. അങ്ങനെ ലളിതമായി പറയാനാവില്ല. ഇവരൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നത് സത്യമാണ്. പക്ഷെ മലയാളികൾക്ക് അവരുടേതായ തനതായ ഒരു സംസ്കാരവും ജീവിത രീതിയുമുണ്ട്. ഈ സ്വാധീനങ്ങൾ നമ്മുടെ സമൂഹത്തെ കൂടുതൽ വൈവിധ്യപൂർണമാക്കി എന്നേ പറയാനാവൂ. മനസ്സിലായോ? നമ്മളല്ലായിരുന്നു നമ്മൾ, ഇപ്പൊ നമ്മളായത് യുവമാരെ കാരണവും. അങ്ങനെയും പറയാം. നമ്മുടെ തനിമയും കുടിയുമായ സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് നല്ലതിനെയെല്ലാം സ്വീകരിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാളികളായി മാറിയത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പൊ നിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏത് രാജ്യക്കാരാണ്? കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പലസ്തീൻ, റോം, അറബ് രാജ്യങ്ങൾ എന്നിവയുമായിട്ടുള്ള വലിയ ബന്ധം കാണാം. കച്ചവടവും കുടിയേറ്റവും ഒക്കെ പ്രധാന കാരണങ്ങളാണ്. ഏത് രാജ്യക്കാരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം പല കാലഘട്ടങ്ങളിൽ പല സ്വാധീനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയും പണ്ടേ വിദേശ രാജ്യങ്ങളെ ആകർഷിച്ചിരുന്നു. അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ എന്നിവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ ഭാഷയെ, ഭക്ഷണ രീതിയെ, വസ്ത്രധാരണത്തെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നമ്മളാക്കി മാറ്റിയ ചില ഘടകങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമോ? ഞാൻ പിന്നെ വരാം.